നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 പമ്പയിൽ. അയ്യപ്പ സംഗമത്തിൽ സംഘപരിവാർ സംഘടനകൾ പുറത്ത്, ഹിന്ദു സമുദായ സംഘടനകൾ അകത്ത് എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. സംഗമത്തിൽ സംഘപരിവാർ സംഘടനകളെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഹിന്ദു സമുദായ സംഘടനകളായ SNDP, NSS, ഐക്യ മലയാളി സഭ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലടക്കം പങ്കെടുത്തു. KPMS അടക്കമുള്ള ഹിന്ദു മതത്തിലെ മറ്റ് പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെയെല്ലാം തന്നെ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സംഗമത്തിൻ്റെ മറ്റു ലക്ഷ്യങ്ങൾക്കപ്പുറം വ്യക്തമായൊരു രാഷ്ട്രീയം കൂടി കേരള സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംഘപരിവാർ സംഘടനകളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കേണ്ടതില്ല. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഹിന്ദു മതത്തെക്കുറിച്ച് പറയാൻ സമുദായ സംഘടനകളുണ്ട്, അല്ലാതെ സംഘപരിവാർ സംഘടനകൾ വരേണ്ടതില്ല എന്നുകൂടിയാണ് പറയുന്നത്. സ്വാഭാവികമായും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJPയും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന തർക്കകാലത്ത് സർക്കാർ വിരുദ്ധ സമരത്തിന് മുന്നിൽ നിന്ന NSSും ഇപ്പോൾ സംഗമത്തിൽ സർക്കാരിനൊപ്പമുണ്ട്. സംഗമം വിജയിച്ചാൽ രാഷ്ട്രീയമായി കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ കേൾക്കേണ്ടി വരുന്ന അടിയുടെ ആഘാതം വലുതായിരിക്കും. സംഘപരിവാർ സംഘടനകളെ ക്ഷണിക്കാതിരുന്നത് ശരിയോ? എതിർപ്പ് മാറ്റി പരിവാർ സംഘടനകൾ സംഗമത്തിന് ഒപ്പം നിൽക്കുമോ? ഇവരുടെ എതിർപ്പിന് എത്രത്തോളം ശക്തിയുണ്ട്? ഇതെല്ലാം സ്വാഭാവികമായും കേരളീയ സമൂഹത്തിൽ തർക്ക വിഷയങ്ങളാണ്. അതിലേക്കാണ് ന്യൂസ് 18 പൊതുവേദി കടക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 പമ്പയിൽ നടത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഈ സംഗമത്തിലേക്ക് കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ അടക്കം ഭാഗമാണ്. പക്ഷേ ഹിന്ദുക്കളുടെ കുത്തകാവകാശം പലപ്പോഴും പേറുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു. പരിവാർ സംഘടനകളല്ല, ഹിന്ദു സമുദായ സംഘടനകളാണ് ഹിന്ദുക്കളുടെ അഭിപ്രായം പറയേണ്ടത് എന്നൊരു രാഷ്ട്രീയം കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ഹിന്ദു സംഘടനകളിലെ അയ്യപ്പ സംഗമത്തില് കേരളത്തിലെ സർക്കാരോ അവരോ ക്ഷണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ആരും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രങ്ങളിലെ വിഷയങ്ങൾ വരുമ്പോൾ ആരാണ് അവരുടെ വിശ്വാസത്തിന് അനുകൂലമായി നിൽക്കുന്നത് നല്ല ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സാർ. ഇതിനൊന്നും ആരും ഭയപ്പെടുകയില്ല. ഹിന്ദു മതസംഘടനകൾ എന്ന് പറയുന്ന അവരൊക്കെ അവസരത്തിനൊത്ത് അവർക്ക് 4 സീറ്റോ കാര്യം കിട്ടിയാൽ അവരുടെ നിലപാടും കേരളത്തിലെ വിശ്വാസികളായ ഹൈന്ദവ വിശ്വാസികളായ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഏത് രൂപത്തിൽ നടത്തിയാലും പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഹൈന്ദവ സംഘടനയെ സംബന്ധിച്ച് യാതൊരു ബേജാറും എന്തിനാണ് ഈ ഹിന്ദു മഹാസഭയും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നത്? ഇത് തട്ടിപ്പാണ്, ഉടായിപ്പാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കാനാ. കേരളത്തിലെ ഹിന്ദു മത സംഘടനയിൽപ്പെടുന്ന SNDP, NSSും KPMSും മലയാളി സഭയും ഒക്കെ പങ്കെടുക്കുന്നെങ്കിൽ അവരൊക്കെ അല്ലേ കേരളത്തിലെ ഹിന്ദു മതത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ, ആധികാരികമായ അഭിപ്രായം പറയേണ്ട ആളുകൾ? അതൊക്കെ നമുക്കറിയാലോ. ഒരു പ്രത്യേക വിഭാഗത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ മതസംഘടനകളൊക്കെ ഓരോരോ രാഷ്ട്രീയ കാലഘട്ടത്തിലും എടുക്കുന്ന നിലപാട് ബോധമുള്ളവരാണ് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ. അങ്ങനെ എപ്പോഴാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്? താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എടുക്കാത്തത് ഈ മതസംഘടനകൾ എല്ലാ ഭീകരവാദികളെയും കൂട്ടുന്ന മുന്നണികളിലും ഇടതും പലതിലും തെളിഞ്ഞിട്ട് പോക്കില്ലേ ഈ മതസംഘടന മുഴുവൻ? ഏത് ഭീകരവാദിയാണ് ശ്രീ ബാലകൃഷ്ണൻ കൂടെ കൂട്ടുന്നത്? എന്റെ ചോദ്യം ഇതാണ്, ഈ പരിവാർ സംഘടനകളിലല്ല ആണോ പറയേണ്ടത്, അഭിപ്രായം പറയേണ്ടത് ഹിന്ദു മതത്തെ കുറിച്ച്, അതോ ഹിന്ദു മതത്തിലെ സമുദായ സംഘടനകളാണോ? സമുദായ സംഘടനകളാണ് എന്നാണ് സർക്കാർ കൃത്യമായി പറയുന്നത്. സാർ ഞാൻ ചോദിക്കുന്നത്, സാറ് ചോദിച്ചു ആരാ ഭീകരവാദി? ജമാഅത്തെ ഇസ്ലാമി ആരാ സാർ? ഈ ഭീകരവാദത്തിന് കണക്ക് പറഞ്ഞാൽ ഹിന്ദുവിനും മുസൽമാനും ഒന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എല്ലാവരുടെയും ഭീകരവാദികൾ ഒരുപാട് പേര് എല്ലാ മതത്തിലും ഉണ്ട്. വിഭാഗത്തിനെതിരല്ല ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആരാ, ജമാഅത്തെ ഇസ്ലാമി ആരാ എന്നുള്ളതല്ല ചോദ്യം. താങ്കൾ അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയത കാണിച്ച ഭീകരതയും ന്യൂനപക്ഷ വർഗീയത കാണിച്ച ഭീകരതയും ഒക്കെ ഉണ്ട്. അതിൽ ഭൂരിപക്ഷ വർഗീയത കാണിച്ച ഭീകരത എണ്ണം കൂടുതൽ നോക്കിയാൽ അതാണ് എന്ന് കൂടിയൊക്കെ പറയേണ്ടി വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, താങ്കൾ ഈ വിഷയം പറയൂ. ഈ വിഷയത്തിൽ ഒരു ബേജാറും വെപ്രാളവും ഇല്ല. സാർ ചോദിച്ചല്ലോ വിജയിച്ചാൽ ഹിന്ദു സംഘടനകൾ എവിടെ പോകുമെന്ന്. ഹിന്ദു സംഘടനകൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കേരളത്തിലെ വിശ്വാസികൾ
അത് കപട ഹിന്ദു വിശ്വാസികളല്ലാത്ത സംഘടനകളൊന്നുമല്ല, അത് യഥാർത്ഥ അവർ വിശ്വാസികൾ. പറയുന്നതാണ്. ഞങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പൊ ഹിന്ദു സംഘടനയാന്ന് പറയാൻ കഴിയുമോ? യഥാർത്ഥ വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ, ഹൈന്ദവ മുന്നണിയുടെ ഹൈന്ദവ പക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുന്നണി ഹിന്ദു മുന്നണിയുടെ കൂടെ SNDP, തന്നെയാണ് ഉണ്ടാവുക. NSS, KPMS ഒന്നും അങ്ങനെയല്ലേ? അവരൊക്കെ ഒരിക്കലും സമരം അല്ല. ചെയ്തും അവരൊക്കെ പോരാടിയും ഒക്കെയാണ് ഈ കേരളത്തിൽ അവരൊക്കെ ഹിന്ദു മതത്തിലെ ഒളിഞ്ഞും തെളിഞ്ഞും വിശ്വാസികളുടെ അധികാരത്തിന് അവകാശങ്ങളൊക്കെ വേണ്ടി അവരുടെ നേടിയെടുത്തത്. സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ പറയുന്നത് സാർ ശ്രദ്ധിച്ചോളണം, ഈ RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം 100 കൊല്ലമായി പ്രവർത്തിച്ചത് ഒരു വിമത സ്വരയില്ലാത്ത രാജ്യത്തെ ഒരു പ്രസ്ഥാന, ഒരു ശ്രീ സാംസ്കാരിക ബാലകൃഷ്ണൻ, സംഘടനയാണ്. ഞാൻ ചെറിയ സംശയം ചോദിച്ചോട്ടെ. കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലടക്കം ആളുകളെ കയറ്റാതെ മാറ്റി നിർത്തിയിരുന്നതാണ്. അങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ഈ ഹിന്ദു മതത്തിലുള്ള ഈ വലിയ ചാതുർവർണ്ണയത്തിന്റെ ഈ വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്തതിൽ താങ്കൾ ഈ പറഞ്ഞ സംഘടനയുടെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു അന്ന കാലത്ത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കാണുന്നതല്ലേ. അവർ ഉണ്ടായിരുന്നു പറയുന്നത് താങ്കളുടെ ഇതിനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ മാറിക്കഴിഞ്ഞില്ലേ. നിലപാട്, വിശ്വാസം, അതാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞു. അതിലൊക്കെ പങ്കെടുത്ത സമുദായ സംഘടനകളുടെ പേരുകളൊക്കെ കൂടിയാണ് ഞാൻ വായിച്ചത് നേരത്തെ. ഹിന്ദുക്കളെ വിഡ്ഢികളാക്കാത്ത, വിശ്വാസികളെ വിഡ്ഢികളാക്കാത്ത പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ ഹൈന്ദവ യഥാർത്ഥ വിശ്വാസികൾ നിൽക്കും. ശരി, യഥാർത്ഥ വിശ്വാസമില്ലാത്തവർ ഒളിഞ്ഞും തെളിഞ്ഞും ഞാനതാ ചോദിച്ചത്. SNDPക്ക്, NSSനും KPMSനും ഒന്നും ഈ ധാരണ ഇല്ലേ? ഒരിക്കലുമില്ല. അവരല്ലാതെ ആരാണ് ഇവരെയൊക്കെ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നത്? അവരൊക്കെയല്ലേ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നത്. വിശ്വാസികൾക്ക് അറിയാമെന്ന്. അല്ലാതെ മറ്റാരാണ് പ്രതിനിധീകരിക്കുന്നത്? മറ്റാർക്ക് എന്ത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതല്ലേ? താങ്കളെ തെളിയിച്ചു തരണ്ട. അത് വിശ്വാസികളുടെ മനസ്സിലുണ്ട്. വിശ്വാസികളുടെ ഒന്നുമല്ല, വോട്ടിന് വേണ്ടി പറയുന്നതും സമുദായ സംഘടനകളും തമ്മിൽ വ്യത്യാസമില്ല. തെളിയിച്ചു തരണ്ട. ഹൈന്ദവ ശരി ബാലകൃഷ്ണൻ, താങ്കൾ നടക്കട്ടെ. താങ്കൾ മുമ്പേ പറഞ്ഞ ആ വാചകം ഒന്നുകൂടി താങ്കൾ ചരിത്രമൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ആരാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിയതെന്നും ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ സമരം നടത്തിയ ഏത് സംഘടനയാണ് എന്നൊക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിലേക്ക് കൃത്യമായി തന്നെ സർക്കാർ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളാണ്, അല്ലാതെ സംഘപരിവാർ സംഘടനകളല്ല എന്ന് രാഷ്ട്രീയം കൂടി വ്യക്തമാക്കുന്നു. ഇതിൽ സർക്കാരിന്റെ നിലപാട് ശരിയാണോ? സർക്കാരിന്റെ നിലപാട് 100% ശരിയാണ് എന്നുള്ളത്. കാരണം സാറ് ഒന്നും കൂടി കേൾക്കണം. അദ്ദേഹം കുറെ നിങ്ങളോട് പ്രസംഗിച്ചു, പറഞ്ഞു, നല്ല കാര്യം എനിക്കും മനസ്സിലാക്കാനായി. ഈ പാവപ്പെട്ട ജനങ്ങളെ പണ്ട് മേൽജാതിക്കാര് ചായക്കടയിൽ കയറിയാൽ ചായ അവർക്ക് ചിരട്ടയിലാ കൊടുക്കല്. അതും അവിടെ ഇരിക്കാൻ പാടില്ല. ഇതിന്റെ അനുഭവത്തിലുണ്ട് ഇവിടെ. അപ്പൊ ചിരട്ട കയ്യിൽ കൊടുത്തിട്ട് അതിന് ഒഴിച്ചു കൊടുക്കും. അവർക്ക് കാത്ത് കയറാൻ പാടില്ല. എന്നിട്ട് അത് കഴിച്ചിട്ട് ഐറ്റങ്ങൾ പോകണം കാശും കൊടുത്തിട്ട്. കാശില്ലെങ്കിൽ ചായയും കൊടുക്കൂല. അങ്ങനെ ആട്ടി വെട്ടീന മനുഷ്യരാണ് ഇപ്പൊ ഓല് ഈ പറയുന്ന ആൾക്കാർ. അത് അവരിപ്പോ ഈ ഓല ജാതി തന്നെയാണ്. അത് വിചാരിച്ചിട്ട് അവരെ മേൽക്കോയ്മക്കും അവരെ സുരക്ഷിതത്തിനും അവരെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിനെ പോലൊക്കെ പല സർക്കാരും പല സമയത്തും വന്നുകൊണ്ടാണ് അവരൊക്കെ മനുഷ്യരാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണം ഈ പറഞ്ഞ ആള്. അല്ലെങ്കിൽ സാറൊന്ന് പറയും അല്ലെന്നുള്ളത്. ഇപ്പൊ അവർക്ക് അങ്ങാടി കയറിയിട്ട് വലിയ ഹോട്ടലിൽ കയറിയിട്ടോ 1ാം ക്ലാസ്സിൽ ഇരിക്കാം. ആരെയും ചോദിച്ചാൽ എന്റെ ജാതി ആരാണെന്നുള്ളത് അതില്ലാതാക്കിയ അവിടെ കമ്മ്യൂണിസ്റ്റുകാരാ. അത് മനസ്സിലാക്കട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയ ആണ് കൊല്ലത്തുനിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സർക്കാർ അത്തരമൊരു നീക്കത്തിന് കൃത്യമായി ഹിന്ദു സമുദായ സംഘടനകളെയൊക്കെ ക്ഷണിക്കുകയും അവരെ അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന സംഘപരിവാർ സംഘടനകളെ, ഹിന്ദു ഐക്യവേദി ആയാലും വിശ്വ ഹിന്ദു പക്ഷത്തായാലും അത്തരം സംഘടനകളെല്ലാം RSSനെയും BJPയും അടക്കമുള്ള സംഘടനകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ടുകൂടി അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ശരിയായ രാഷ്ട്രീയമാണോ അല്ലയോ? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ഇതൊക്കെ ഒരു നമ്പറാ കിരൺ. ഇലക്ഷൻ വരുമല്ലേ, അപ്പൊ വോട്ടിന് വേണ്ടിയുള്ള ഒരു നമ്പറാ. RSSകാരും BJPക്കാരും ആയിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായപ്പം, ശബരിമലയിൽ പ്രശ്നം ഉണ്ടായപ്പോ അതിന്റെ മുമ്പിൽ നിന്ന് അടി കൊണ്ടതും ഒക്കെ. അവരെ ഒഴിവാക്കിയത് അത്ര ശരിയല്ല. പക്ഷേ ഇത് വോട്ടിന് വേണ്ടിയുള്ള നമ്പർ 1 തരീടെയാണ്. ശ്രീമതി ജയ, ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിക്കുന്ന ആളാണോ താങ്കൾ എതിർക്കുന്ന ആളാണോ? ഇല്ല 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 ഇല്ല, സ്ത്രീകളൊന്നും അങ്ങനെ പോവണ്ട. 50 വയസ്സിന് RSSന്റെ നിലപാട് എന്തായിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമോ? എന്താ RSSന്റെ നിലപാട്? സ്ത്രീകളെ കയറ്റണമെന്നുള്ളതാണ് RSSന്റെ ശരിയായ നിലപാട്. അങ്ങനൊന്നും കിരൺ പറയണ്ട. അങ്ങനെ തന്നെയാണ് ശ്രീമതി ജയ. RSSന്റെ നിലപാട് അത് തന്നെയായിരുന്നു. പിന്നീട് ശബരിമല ഈ പ്രശ്നകാലത്താണ് അവർ മറ്റു നിലപാടിലേക്ക് വന്നത്.
എന്റെ വീട്ടിലും ഉണ്ട് ഒരു RSS. അവരോട് ചോദിക്കൂ. ആധികാരികമായി എഴുതിയ ലേഖനങ്ങളുടെ പകർപ്പുമല്ല ഇപ്പോഴും ലഭ്യമാണ്. അത് പണ്ട് എഴുതിയത് ആ നൽകിയ കേസിന്റെ കാര്യങ്ങളും നിലപാടെടുത്തതിന് എന്തുകൊണ്ടാണ് സ്ത്രീ പ്രവേശന അനുകൂലമായ നിലപാട് സ്വീകരിച്ചതെന്നൊക്കെ വളരെ വ്യക്തമാണ്. സ്ത്രീ പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. സ്ത്രീ അല്ല, യുവതി പ്രവേശനം അങ്ങനെ തന്നെ ആക്കിയോ? അല്ല, വാക്കിലൊന്നും പിടിക്കേണ്ട. കയറാമല്ലോ, അത് സ്ത്രീകൾ തന്നെയാണ്. ഈ ഒരു മെൻസസ് ടൈം അവര് കയറണ്ടെന്ന് പറഞ്ഞത് പല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ആ സംഘടനയുടെ നിലപാട് അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാണ്. അത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനെ ചരിത്രം, അങ്ങനെയാണ് യാഥാർത്ഥ്യം. ഇനി താങ്കൾക്ക് ഉൾക്കൊള്ളാതിരിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു RSS. ശരി, അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. അങ്ങനെ നിലപാട് ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കിരണേ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ശ്രീ ജയകുമാറാണ് പാറശാലയിൽ നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്തോന്നു, ഒരു സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനെതിരായ നിലപാടിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തും BJP അടക്കമുള്ള സംഘടനകൾ നിൽക്കുന്നു. അവരെയൊന്നും ക്ഷണിച്ചിട്ടില്ല. പകരം NSS ആയാലും SNDP ആയാലും അത്തരം സംഘടനകളെല്ലാം തന്നെ ആ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് താനും. താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. മതവിശ്വാസികൾ എന്ന് പറയുന്നത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു വിശ്വാസമല്ല മതവിശ്വാസം എന്ന് പറയുന്നത്. അവിടെ BJPക്കോ RSSനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമോ മുസ്ലിം സമൂഹമോ പറഞ്ഞിട്ടല്ല ഒരു വിശ്വാസി ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. അപ്പൊ ഈ ദർശനം നടത്തുന്ന ഒരു ഭക്തനായിരുന്നാലും ഭക്തിയായിരുന്നാലും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ദർശനം നടത്തുന്നു, അവർ ആ പുണ്യം നേടുന്നു. താങ്കൾ ശബരിമലയിൽ പോയിട്ടുള്ള ആളാണ്? ഞാൻ ശബരിമലയിൽ പലതവണ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശബരിമലയിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. എന്തുമാത്രം നമ്മുടെ വിഷപ്പാമ്പുകൾ അടക്കമുള്ള മല വേരുകൾ അല്ല വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ മല ചവിട്ടി പോകുന്നത്. ആരും ആക്കും തുണയില്ലാത്ത ഒരു സത്യത്തിന്റെ പുറത്താണ് നമ്മൾ ശബരിമല. വലിയ പ്രശ്നങ്ങളൊന്നും തൽക്കാലം നിലവിൽ ശബരിമലയിലില്ല. ആയിരക്കണക്കിന് ആളുകൾ ആൾക്കൂട്ടത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് ശബരിമല ഇപ്പോൾ. താങ്കൾ മല ചവിട്ടി പോയിട്ടുണ്ടോ? മല ചവിട്ടി തന്നെയല്ലേ പോയിട്ടുള്ളത്. അവിടെ എല്ലാം എത്രയോ തവണ പോയിട്ടുണ്ട്. അവിടെയെങ്ങും ഇപ്പോൾ ഈ താങ്കൾ ഈ പറയുന്ന പോലെ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥയൊന്നും ശബരിമല ഒരു ഘട്ടത്തിലുമില്ല. ശബരിമല യാത്ര രണ്ട് രീതിയിലാണ്. ഏത് രീതിയിലായാലും ശബരിമല സാധാരണഗതിയിൽ പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറി പോകുന്നതിന് ഈ പ്രയാസങ്ങൾ താങ്കൾ ഈ പറയുന്ന പോലത്തെ പ്രയാസങ്ങളൊന്നും ഈ പുതിയ കാലത്തില്ല. ഇല്ല. എന്നാൽ മല ചവിട്ടി പോകുന്നതെന്ന് അല്ല, അത് താങ്കൾ ഈ പറയാൻ പറ്റുന്ന പോയിന്റ് എന്താണെന്ന് പറയും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള ഏതൊരു വ്യക്തിക്കും ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ തെറ്റില്ല. ശരി, ഓക്കെ. നല്ല കാര്യം തന്നെയാണ്. ഭക്തി ഉള്ള ഏത് ആളിനും ക്ഷേത്ര ദർശനം അല്ലെ ഏത് ആരാധനയിലായാലും ദർശനം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതുണ്ട്. അത് തന്നെയാണ് ശരിയായ ഒരു നിലപാടും. അത് നല്ല നിലപാട് തന്നെയാണ് ശ്രീ ജയകുമാർ. നമുക്ക് മറ്റ് ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക്. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും
വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ താങ്കളുടെ പാർട്ടിയുടെ നിലപാട് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുകയും വലിയ പൊള്ളലൊക്കെ നേരിട്ടതാണ്. ഇപ്പോൾ അതേ പാർട്ടി തന്നെയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുമ്പോഴാണ് കേരളത്തിലെ ദൈവങ്ങൾക്കും അമ്പലങ്ങൾക്കും നല്ല കാലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം അതിനു മുമ്പ് നേരത്തെ നടന്നപോലെ നടന്നോട്ടെന്ന് വെച്ചിട്ട് സർക്കാർ അത് ഫ്രീ ആയിട്ട് അനുവദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നടത്തിയ പൂരം കലക്കലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ്. കഴിഞ്ഞ വർഷം സർക്കാർ കർശനമായി കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് തൃശ്ശൂർ പൂരം നടന്നത്. അതേപോലെ തന്നെ ശബരിമല പ്രശ്നം ഉണ്ടാക്കാൻ വന്നവര് ആ സമയത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. തേങ്ങ കൊണ്ടെറിയുന്നതും പിന്നെ ബി.ജെ.പിയുടെ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ. ഒരു ചെറിയ സംശയം അതല്ല ശ്രീ കൃഷ്ണൻകുട്ടി, ഇടതു പാർട്ടികൾ അന്ന് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് പിന്നീട് പിന്നാക്കം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? ഏത് നിലപാട്? ഇടതു പാർട്ടികൾ അന്ന് സ്വീകരിച്ച നിലപാട് അവിടെ യുവതീ പ്രവേശനം നടപ്പാക്കണമെന്നുള്ള സുപ്രീം കോടതി നിലപാട് അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനുവേണ്ടിയാണല്ലോ നവോത്ഥാനം അതിലൊക്കെ ഉണ്ടാക്കിയതുമെല്ലാം. പിന്നീട് ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയില്ലേ? യുവതീ പ്രവേശനത്തിന് എതിരാണ് CPM എന്നോ ഇടതുപക്ഷമെന്നോ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരെന്നോ സർക്കാർ പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ഒരു യുവതിയെയും അവിടെ പ്രവേശിക്കാനുള്ള അവസരം ഒരു സർക്കാർ ഒരുക്കുന്നില്ല എന്നതിനർത്ഥം അവർ എതിരാണ് എന്നുള്ളത് തന്നെയല്ലേ? അവരുടെ നിലപാട് മാറി എന്ന് തന്നെയല്ലേ? അങ്ങനെയല്ല സർക്കാർ. പിന്നെ എങ്ങനെയാണ് ശ്രീ കൃഷ്ണൻ? ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ കേസ് പിന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്, റിവ്യൂ ആണ്. സുപ്രീം കോടതിയുടെ പരിഗണനയും റിവ്യൂ ഒന്നും കൊണ്ടല്ലോ. സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പാക്കുന്നതിന് കൃത്യമായി തന്നെ സർക്കാർ ഒരു നിലപാടെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം പിന്നാക്കം പോയി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയം വന്നു. ആ പരാജയം വന്നപ്പോൾ ആ നിലപാട് മാറ്റി, രാഷ്ട്രീയത്തിന് വോട്ടിന് വേണ്ടി ആ നിലപാട് മാറ്റി. അത്രയല്ലേ ഉള്ളതിനത്? അല്ല, നിലപാട് മാറ്റിയെന്ന് സർക്കാരോ പാർട്ടികളോ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. പ്രഖ്യാപിക്കണോ ഇതൊക്കെ? ആകെ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ആ കേസ് ഇപ്പൊ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ വിവരം കൂടെ അറിയട്ടെ എന്ന് മന്ത്രി ദേവസ്വം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഭക്തജന അയ്യപ്പ സംഗമത്തെ കുറിച്ച് ഇറക്കിയ വാർത്താക്കുറിപ്പിലെ ഒരു വാചകം ഞാൻ വേണമെങ്കിൽ വായിക്കാം. ഭക്തരുടെ താല്പര്യം സംരക്ഷിച്ച് ആചാരാനുഷ്ഠാനം പാലിക്കും, തന്ത്രിയുടേതടക്കം അഭിപ്രായം സ്വീകരിക്കും, വിവിധ സംസ്ഥാന അത് പിന്നെ മറ്റുള്ള കാര്യങ്ങളാണ്. ഭക്തരുടെ താല്പര്യം സംരക്ഷിച്ച് ആചാരാനുഷ്ഠാനം പാലിക്കുകയും തന്ത്രിയുടേതടക്കം അഭിപ്രായങ്ങൾ സ്വീകരിച്ചുമായിരുന്നു ഈ രാജ്യത്ത് ഇത്ര കാലവും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദു സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഇപ്പോഴും ക്ഷേത്രത്തിന് പുറത്തു നിന്നേനെ. അന്നത്തെ തന്ത്രിമാരുടെയും ഭക്തരുടെയും ഒക്കെ മനസ്സിലിരിക്കുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ അന്ധവിശ്വാസങ്ങളും ഒക്കെ തെറ്റിച്ചാണ് ഈ നിലയിലൊക്കെ എത്തിയത്. അതേ ഇടതു സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ തന്ത്രിയുടെ അഭിപ്രായം തേടും. തന്ത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തേടാൻ മറ്റുള്ളവരെക്കാൾ അധികമായ എന്തെങ്കിലും അധികാരമുണ്ടോ? സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആ കേസ് അതിന്റെ വിധി വരികയാണ്. അതേ കാര്യം തുടരാം, യുവതികൾക്ക് പ്രവേശിക്കാമെന്നാണ് റിവ്യൂവിലും തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശബരിമലയിൽ യുവതികൾ കയറിയിരിക്കും. അത് CPM ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യുവതികൾ അവിടെ കയറിയിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ ഇപ്പോഴത്തെ സംഗമം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം കോടി രൂപ ചെലവാക്കി കുറേയധികം വികസനങ്ങൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് വിമാനത്താവളം വരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായി തന്നെ കാണുന്നു. അത്തരം കാര്യങ്ങൾ ശബരിമല സീസൺ കൊണ്ടുപോയി വികസന കാര്യത്തിലൊക്കെ പോസിറ്റീവായി തന്നെ കാണുന്നു. പക്ഷേ ഈ നിലപാടിന്റെ കാര്യത്തിൽ മാറ്റമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നത്. യുവതീ പ്രവേശനം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോഹനാണ് വിഴിഞ്ഞത്ത് നിന്നും. ശ്രീ മോഹനൻ,
താങ്കൾ എങ്ങനെയാണ് സർക്കാർ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു, അതിൽ ഹിന്ദു സമുദായ സംഘടനകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അതിൽ സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ചിട്ടുമില്ല. വ്യക്തമായി തന്നെ സർക്കാർ പറയുകയാണ് ഹിന്ദു മതവിഭാഗത്തിന്റെ അഭിപ്രായം പറയേണ്ടത് പരിവാർ സംഘടനകളല്ല, അത് ഹിന്ദു സമുദായ സംഘടനകളാണ്, നിങ്ങൾക്ക് അതിൽ അധികാരമില്ല എന്നുള്ള ഒരു പച്ചയായ പറച്ചിൽ തന്നെയാണ് ഇതിൽ കാണുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അത് കറക്റ്റ് അല്ലേ? സംഘപരിവാറിന് അമ്പലങ്ങളും ഇവിടുത്തെ ഹിന്ദുക്കളെയും തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ? സംഘപരിവാറിനും RSSനും അവര് പറയുന്ന അജണ്ട അംഗീകരിക്കാൻ കഴിയുമോ? ഹലോ, ശരി, താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തൊടുപുഴയിൽ നിന്നും രാജേഷാണ് അടുത്ത പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സർക്കാരിന് ഈ പരിപാടിയോട് യാതൊരു ആത്മാർത്ഥമില്ലാതെയാണ് ഇത് ചെയ്യുന്നുള്ളതാണ്. കാര്യം എന്താണ്? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുൻകാലങ്ങളില് നമ്മുടെ മുഖ്യമന്ത്രിയല്ല മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശബരിമല ചെന്നപ്പോൾ ശ്രീകോവിലിന് മുമ്പില് തൊഴാതെ മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഒരാൾ തൊഴിലോ തൊഴണ്ടായോ എന്നൊക്കെ അയാളുടെ വ്യക്തിപരമായ അവകാശമല്ലേ? ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് അയാളുടെ ധാർമ്മികമായ അയാളുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസപരമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം അങ്ങോട്ട് കടന്നു വന്നാൽ മതി. അങ്ങനെ എങ്ങനെയാണ് പറയുന്നത് ശ്രീ രാജേഷ്? അല്ല, ഞാൻ ചോദിക്കാം, അവിടെ അവിടുത്തെ ഒരു റോഡിന്റെ പേരെന്താണെന്ന് അറിയാമോ? ശബരിമലയിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ പേരെന്താണ്? 2 റോഡുണ്ട്. അതിലൊരു റോഡിന്റെ പേര് PK ചന്ദ്രാനന്ദൻ റോഡെന്നാണ്. ആരായിരുന്നു PK ചന്ദ്രാനന്ദൻ? താങ്കൾക്ക് അറിയാമോ? അതൊക്കെ ഭരണപരമായ കാര്യങ്ങൾ. ഞാൻ ചോദിച്ചതാണ്, ആരായിരുന്നു ശബരിമലയിൽ ഏറ്റവും വലിയ വികസന പദ്ധതി നടപ്പാക്കിയ ആൾ PK ചന്ദ്രാനന്ദനാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ സമുന്നതനായ നേതാവാണ് ചന്ദ്രാനന്ദൻ. PKCയുടെ പേരിലാണ് ഇപ്പോഴും ഒരു റോഡ് അവിടെ ഉള്ളത്. സംഭവം ശരിയായിരിക്കാം, സംഭവം ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ വിശ്വാസി കയറി വന്നാൽ മതി എന്നൊക്കെ പറയാൻ അതെങ്ങനെയാണ് കഴിയുന്നത്? അങ്ങനെയല്ല, വിശ്വാസികളല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസികളായണോ വിശ്വാസികളല്ലോ എന്നുള്ളല്ലോ വിഷയം. അവിടെ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി വിശ്വാസി ആവണമെന്നുണ്ടോ? ശബരിമല നിലവിൽ ഒരു വിശ്വാസക്രമമുണ്ട്. അവിടെ ശ്രീകോവിൽ തുറക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയും കൈകൂപ്പാതെ നിൽക്കുന്ന ആൾക്കാർ. ശ്രീകോവിൽ തുറന്ന സമയത്ത് അവിടെ ശബരിമല 18ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ആരാണെന്ന് താങ്കൾ കണ്ടിട്ടില്ലേ? അല്ല, തിരിഞ്ഞു അതാരായിരുന്നു? അങ്ങനെ ഒരാൾ തിരിഞ്ഞു നിന്ന പടം മാത്രമേ കേരളീയ സമൂഹത്തിൽ ഇപ്പോഴുള്ളൂ. ആ ശബരിമലയിൽ 18ാം പടിയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. അല്ല, നിങ്ങൾ പറയുന്നത് അതല്ല. അതാരായിരുന്നു? ആ പടം ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ട്. അതിനു മുമ്പുള്ള അല്ല, അത് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അല്ല, അങ്ങനെ ഇടതുപക്ഷത്തിന്റെ അല്ല, ഞാൻ ചോദിച്ച ആ പടം ഓർമ്മയുണ്ടോ? പടമൊക്കെ ഓർമ്മയുണ്ട്. ഉണ്ടല്ലോ, അത് ആരാണെന്ന് പറയാമല്ലോ, അയാളുടെ ഏത് പാർട്ടിക്കാരനാണെന്ന് പറയാമല്ലോ. അത് നമ്മൾ രാഷ്ട്രീയമല്ല, നമ്മൾ രാഷ്ട്രീയമല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? അല്ല, അങ്ങനെ ഇടതുപക്ഷത്തിന്റെ 2 മന്ത്രിമാർ ഈ സമയത്ത് അവിടെ ചെന്ന സമയങ്ങളില് ശ്രീകോവിൽ തുറന്ന സമയത്ത് കണ്ടതാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. അതിനെന്താണ് കുഴപ്പം ശ്രീ രാജേഷ്? ഉണ്ട്, കുഴപ്പമുണ്ട്. വിശ്വാസികളല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അവരവിടെ പോയത് തൊഴാൻ വേണ്ടി പോയതല്ല. അവരവിടെ ശബരിമലയിലെ വിശ്വാസികളായ മനുഷ്യരെത്തുന്നവരുടെ സൗകര്യം നോക്കി പോയതാണ്. അവർക്ക് എന്തെല്ലാം സൗകര്യം ചെയ്യണമെന്ന് അന്വേഷിക്കാൻ പോയവരാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്തിനു സംഘടിപ്പിക്കുന്നു? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കണം, ശബരിമലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തണം, അതിനുവേണ്ടി ഒരുക്കുന്നു. അങ്ങനെ ഞാൻ വികസനം ഉണ്ടാകാൻ വേണ്ടി വിശ്വാസപരമായ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പിന്നെ അല്ലാതെ എവിടെയാണ് ശബരിമല വികസനം വേണ്ടേ? കാടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന വികസനമെല്ലാം ഉണ്ടാക്കിയത് ഈ നാട്ടിലെ സർക്കാരുകളല്ലേ? വികസനം ഉണ്ടാക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇതുപോലുള്ള ഒരു മന്ത്രി അവിടെ പോകണ്ടേ? വിശ്വാസികളെ വിളിച്ചു കൂട്ടുമ്പോൾ വിശ്വാസപരമായ ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം. അല്ലാതെ ഇതിലൂടെ വിശ്വാസപരമായി ബന്ധപ്പെട്ട ആളുകളല്ലേ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഒക്കെ അതിനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അത് വകുപ്പുകൾ അതായിരിക്കാം. പക്ഷേ ഇതിനു മുമ്പ് ഇപ്പോൾ സംഭവിച്ച കാര്യം എന്നാന്ന് വെച്ചാൽ, കേരളത്തിൽ ഞാനൊരു സംശയം ചോദിച്ചിട്ടുണ്ട് രാജേഷ്. കേരളത്തിൽ SNDP വിളിച്ചിട്ടുണ്ട്, NSSനെ വിളിച്ചിട്ടുണ്ട്, KPMSനെ വിളിച്ചിട്ടുണ്ട്, ഐക്യമലയരെ സഭയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളെയും വിളിക്കുന്നതാണ് ഇപ്പോൾ ലഭ്യമായ അറിവുകൾ. അതിനപ്പുറം ആരെയാണ് വിളിക്കേണ്ടത്? അല്ലല്ല, വിളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വിളിക്കാത്തതല്ല, ഇവിടെ സംഘപരിവാറിനെ വിളിക്കാത്തതല്ല പ്രശ്നം ഇരിക്കുന്നത്. നിലവിൽ ഇത് ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ആവാനും കഴിയുണ്ട്. എടുത്തുപോകാൻ വേണ്ടിയുള്ള പരിപാടി. വികസനമൊന്നുമല്ല. വികസനമാണെങ്കിൽ അവിടെ എന്തോരം കാര്യം ചെയ്യായിരുന്നു. ദേവസ്വം വകുപ്പിന്റെ അവിടെ നടക്കുന്ന വികസനം എല്ലാം അശാസ്ത്രീയമാണത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന അശാസ്ത്രീയമാണ്. കാരണം ഭക്തർക്ക് അനുകൂലമായ ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഈ വിഷയത്തില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ശബരിമലയില് ജോലി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് സീസണുകളിൽ അവിടെ ഫുള്ളായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ശബരിമലയിലും പമ്പയിലും
ഞാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് കെട്ടുനിറച്ച് പോകുന്ന ആളാണ്. അപ്പൊ നിലവിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മുടെ സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെയധികം ജനങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലാവാത്ത കാര്യം, ഇപ്പോൾ എന്തിനാണ് ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒന്ന്, ഇനി അഥവാ അറിയാനായിട്ട് ഒരു 10 സ്വാമിമാരെ വിളിച്ച് ചോദിച്ചാൽ മതി. അത് വിഭാഗീയത ഉള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച് നാട്ടില് എന്താ പറയാ ഇന്നാൾ ചെയ്യുന്നു എന്നുള്ളതല്ല. അത്തരം ചർച്ചകൾ സമൂഹത്തിൽ എന്താ പറയാ അത് ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ. അതായത് ഇപ്പൊ മിനിമം സ്വാമിമാർക്ക് ആവശ്യമുള്ളത് പമ്പയിലും സന്നിധാനത്തും ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. ടോയ്ലറ്റുകളുണ്ട്, ധാരാളം പണിതിട്ടുണ്ട്, സർക്കാരുകൾ ശ്രദ്ധപൂർവ്വം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡോറില്ല, ഡോറുള്ളതിന് കുറ്റിയില്ല, ഡോറ് കുറ്റിയുള്ളതിന് ബക്കറ്റില്ല. ഈ ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. എനിക്ക് കൃത്യമായി അറിയില്ല ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ കൊല്ലത്തുനിന്നും ശ്രീ വിജയനാണ്. ശ്രീ വിജയൻ, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ സർക്കാരിന്റെ നിലപാടുമെല്ലാം താങ്കൾ വ്യക്തമായി കാണുമല്ലോ. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. ഇതിപ്പോ ഈ സുപ്രീം കോടതിയുടെ ഓർഡർ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഉടനെ ഒരു സംഗമം നടത്താനായിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സംഗമം നടത്താൻ സുപ്രീം കോടതി ഓർഡർ വേണോ ശ്രീ വിജയൻ? അല്ല സാറേ, ഹലോ, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്നോ. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, നമസ്കാരം കിരൺ, സുഖമാണോ? യെസ്റ്റർഡേ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദി കോൾ, പ്ലീസ് മെൻഷൻ ടു ദിസ് പ്രവീണ ചേച്ചി എന്ന് പറയുന്നു. PCR പ്രവീണ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വിളിച്ച ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി പ്രവീണയോട് പറയുകയാണ്. എന്തായാലും മറ്റൊന്ന്, AK കൃഷ്ണൻകുട്ടി പറയുന്നു, മതരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്നവരെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ജയകുമാർ, വോട്ട് പിടിക്കാനുള്ള പിണറായിയുടെ തന്ത്രം മാത്രമാണിത്. RSS സ്ത്രീകളെ കയറ്റണമെന്ന് കിരൺ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നു. അത് ശ്രീ ജയകുമാർ, താങ്കൾ കൂടി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ രേഖകളെല്ലാം വ്യക്തമാണ്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, അവിടെ സ്ത്രീ പുരുഷൻ എന്ന് വേർതിരിവ് വെക്കേണ്ടതില്ല, അവിടെ എല്ലാവർക്കും പോകാമെന്ന് മുഹമ്മദ് ആരിഫ് പറയുന്നു. നമ്മുടെ തൽക്കാലം വിഷയം ശബരിമലയിലെ പ്രവേശനമല്ല, അയ്യപ്പ സംഗമമാണ്, അതുകൂടി ഓർക്കുക. കാശടിച്ചു മാറ്റാൻ ഓരോരോ പരിപാടി എന്ന് ചന്ദ്രബാബു കെ പറയുന്നു. രവീന്ദ്രൻ വി പറയുന്നു, മോഹൻ, അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് രവീന്ദ്രനാഥ് ബി എന്നൊക്കെ പേരിൽ ഒരാൾ എഴുതിയിരിക്കുന്നത്. ഇത്രത്തോളം മനുഷ്യർ തറയാവാമോ എന്നതിന് ചില സംശയങ്ങളൊക്കെ തോന്നും. എന്തായാലും മറ്റൊരു വേണ്ട ഷാജി കണിയാമ്പറമ്പിൽ, രാജേഷിൻ്റെ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ കുടുങ്ങിപ്പോകുമെന്ന് പറയുന്നു. സംഘപരിവാർ ഹിന്ദു സംഘടനയല്ല, ഹിന്ദുത്വ സംഘടനകളാണ് എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നത് ശരിയാണ്. ഹിന്ദുത്വ സംഘടനകളാണ്, ഹിന്ദു സംഘടനയല്ല, ഹിന്ദുത്വ സംഘടന തന്നെയാണ്. ശബരിമല ആരുടെയും കുത്തകയല്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ശബരിമലയിൽ കയറാം എന്നതും ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു. അപ്പക്കുട്ടൻ പറയുന്നു, മുസ്ലിം പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളും പങ്കെടുക്കട്ടെ എന്ന് പറയുന്നു. എവിടെയായാലും, ഏത് ക്ഷേത്രമായാലും പള്ളിയായാലും എവിടെയായാലും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീക്കും പുരുഷനും എല്ലാം തുല്യമായ അവകാശം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഒരു ശരിയായ ലോകക്രമം. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ വിശ്വാസികൾക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസികൾക്കെന്ന് നന്ദകുമാർ പി പറയുന്നു. അക്ഷയ് രാജ് PK, ശബരിമലയും ഗുരുവായൂരും പത്മനാഭ ക്ഷേത്രവുമെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം, എന്നാലേ ഇടയ്ക്ക് അവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറി മാറി വരുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നാടകം അവസാനിക്കുമെന്ന് പറയുന്നു. അക്ഷയ് കുമാർ PK, ഈ ക്ഷേത്രങ്ങളിലൊക്കെ വികസനത്തിന് വേണ്ടി ആ ക്ഷേത്രങ്ങളുടെ വരുമാനത്തെക്കാളും എത്രയോ ഏറെ തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാത് കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളാണ്. അത് കേന്ദ്ര സർക്കാരിനേക്കാൾ ഏറെ തുക എല്ലാ കാലത്തും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി കേന്ദ്രത്തിൽ ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഭരിച്ചാലും എന്നതുകൂടി യാഥാർത്ഥ്യങ്ങൾ കൂടി താങ്കൾ തിരിച്ചറിയണം എന്നത് അഭ്യർത്ഥിക്കുകയാണ്. BJP RSS ഉള്ളതുകൊണ്ട് സ്ത്രീകൾ കയറിയില്ല എന്ന് ടോം പറയുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോയിട്ടുണ്ട്. ശ്രീ മധു ആണ് വടകരയിൽ നിന്ന്. ശ്രീ മധു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ, ഇതില് നമ്മുടെ ഈ വിശ്വാസികൾക്ക്
ശബരിമല അങ്ങ് വിട്ടുകൊടുത്തു. എന്തിനാണ് നമ്മള് അവിശ്വാസികളായ ആൾക്കാർ ശബരിമലയിലേക്ക് പോകുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ശബരിമല പോകുന്നതല്ല ശ്രീ മധു വിഷയം. ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് സർക്കാരുകൾ നടത്തുന്നത്. എല്ലാ കാലത്തും സർക്കാരുകളാണല്ലോ ഇതിനു വേണ്ടി സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത്, അല്ലാതെ ഈ വിശ്വാസികളല്ലല്ലോ. അതെ സാർ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതല്ല സാർ. അതായത് വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തേക്ക് ആ ഭാഗത്തേക്ക് എന്തിന് നമ്മളൊരു വേറൊരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു? കാരണം ശ്രീ മധു, അങ്ങനെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ, കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദിവസവും ചെയ്യേണ്ട പൂജകൾക്കുള്ളതോ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ എത്രയോ ഉണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്കെല്ലാം ആളുകൾക്ക് ശമ്പളം കൊടുക്കുകയും ആ ക്ഷേത്രത്തിന് പൂജയ്ക്കുള്ള ചെലവ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ തുകയൊക്കെ എടുത്തും ഒക്കെയാണ് ചെയ്യുന്നത്. അതിനല്ലാതെ ഓരോ ക്ഷേത്രം ഓരോരുത്തർക്ക് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസികൾക്ക് മാത്രമാണ് റോഡ് നിർമ്മിക്കേണ്ട ആ ക്ഷേത്രത്തിലേക്കുള്ള, ആ ക്ഷേത്രത്തിലേക്കുള്ള വികസനങ്ങൾ നടത്തേണ്ടത്. അതൊക്കെ എങ്ങനെയാണ് വിശ്വാസികൾക്ക് നടത്താൻ കഴിയുന്ന കാര്യമാണോ? വികസനങ്ങൾ നടത്തിക്കോട്ടെ, അതിനൊന്നും ഇവിടെ ആരും ഒരു തർക്കം. ഈ വിശ്വാസികൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞാല് 41 ദിവസത്തെ വ്രതം എടുത്ത് നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വിശ്വാസം കൂടി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ചിലർ ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി. സ്വാഭാവികമാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.